അയ്യാ ചത്തുകൊണ്ടിരിക്കുന്നു. ആരെ? ഞാൻ തന്നെ. പുഷ്പ ദ റൈസ് പോലെ, പക്ഷേ രണ്ടാം ഭാഗം പുഷ്പ ദ റൂൾ ആളിക്കത്തിയോ അതോ പാളിയോ? ഒരു പണിയില്ലടേ നിനക്കൊക്കെ. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കണത്. ഇവിടെ ഇനി തൊലഞ്ചു പോകാൻ ഒന്നും ഇല്ല. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫ് വേറെ അത്ര കുഴപ്പമില്ലാതാണ് പോയത്. സെക്കൻഡ് ഹാഫ് തൊട്ട് പടം സീരിയൽ പോലെ ആയിപ്പോയി. മാഷ് ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ കൂവല്ലായിരുന്നു. അത് ശരിയാ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ചന്ദനം കടത്തുന്നത് കാണാൻ വേണ്ടി പോയപ്പോ എനിക്ക് ചന്ദനം മഴ സീരിയൽ പോലെയാണ് തോന്നിയത്. അങ്ങനെ ചോദിച്ചാ അതെ, സംഗതി കളിയാക്കിയിട്ടാണെങ്കിലും ആ വിളി കേൾക്കുമ്പോൾ ഒരു സുഖമില്ലാതില്ല. ഫസ്റ്റ് പുഷ്പ ദ റൈസ് എന്ന് പറയുന്ന 2021 ഇറങ്ങിയ സിനിമയിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോഴേക്ക് പുഷ്പയുടെ ക്യാരക്ടർ തന്നെ ഭയങ്കര വീക്കായി പോയി. അതുപോലെ തന്നെ ഈ ഫഹദ് ഫാസിൽ ചെയ്ത ഈ ഷക്കാവത്ത് എന്ന് പറയുന്ന IPS ഓഫീസർ ഇതിലൊരു കോമഡിയായി പോയി. എന്താ രാമേന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സന്തോഷ് വർക്കി അഥവാ ആറാട്ടാണ് ഈ ഫ്രോഡിനെ ഒന്നിങ്ങോട്ട് വിളിക്കട്ടെ. എന്തിന്? ഒന്ന് മാറാൻ പറയാവുന്ന മലയാളികളുടെ ആസ്വാദന നിലവാരം വളരെ താഴ്ന്നിരിക്കുകയാണ്. എസ്പെഷ്യലി യുവാക്കളുടെ. പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ചില നരാധവന്മാരുടെ കൈകളിലാണ് നമ്മുടെ സിനിമയെ നോക്കുമ്പോൾ എന്റെ ഹൃദയം നികുകയാണ്, ഞാൻ വീർപ്പ് മുട്ടുകയാണ്. ബുദ്ധിപരമായ വ്യായാമം ഇല്ലാത്ത, ലോജിക് ഇല്ലാത്ത മൂവീസാണ് ഇത്. ഇങ്ങനത്തെ മൂവീസ് അല്ല. നിങ്ങളൊക്കെ ആ കോമാളിക്കുറിപ്പിന് വളം വെച്ചു കൊടുത്തു. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. അല്ലു അർജുൻ എങ്ങനെയാണ് പുഷ്പ 1 നാഷണൽ അവാർഡ് കിട്ടിയത് മനസ്സിലാവണില്ല. ഈ പദവികളുടെയൊക്കെ അന്തസ്സിന് ചേർന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണോ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പദവി വേറെ, സിനിമ വേറെ. പുഷ്പ ഒന്നുപോലും ഇഷ്ടമായിരുന്നില്ല. ഇങ്ങനത്തെ മൂവീസ് അല്ല കാണുന്നതാണ്. ഈ നാടിന്റെ സമ്പത്താണ് പുതിയ തലമുറ. പുത്തൻ തലമുറയെ നശിപ്പിക്കുന്ന ഒരു കച്ചവടം ഞാൻ അനുവദിക്കില്ല. എസ്തെറ്റിക് വാല്യൂ വളരെ കുറവുള്ള മൂവീസാണ് ഇങ്ങനത്തെ മൂവീസാണ്. അതൊക്കെ ധാരാളം നോക്കി. സന്തോഷം, അപ്പം അങ്ങനെ അതിന്റെ എസ്റ്റേറ്റിക് വാല്യൂ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ഇന്ന് തിയേറ്ററിൽ പോയത്? എങ്ങനെയെങ്കിലും ശത്രുപാളയത്തിൽ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന് കരുതിയ നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? സന്തോഷിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? രശ്മികയുടെ ഈ പ്രകടനം ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ല? ബോൾഡാണ്, സ്മാർട്ടാണ്, നല്ല ആക്ട്രസാണ്. എനിക്ക് ജനിക്കാതെ പോയ, എനിക്ക് ഉണ്ടാവാതെ പോയ ഒരു അനിയത്തിയാണ്. ഇപ്പോഴത്തെ യുവാക്കൾ കാണുന്നത് KGF അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങളാണ് ഏറ്റവും. അങ്ങനത്തെ മൂവീസ് താല്പര്യം. രാവിലെ 4 മണിക്ക് ഷോ, രാവിലെ പോയി കാണുക, ഭയങ്കര ഇതുണ്ടാക്കുന്ന അങ്ങനത്തെ മൂവീസ് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? ഇക്കിളിപ്പെടുത്തുന്ന ഹീനവികാരങ്ങൾ ഊതുവീർപ്പിച്ച് കലയുടെ പേരിൽ പണം പിടുങ്ങുന്ന ഈ ഏർപ്പാടിനെതിരെ ജനം പ്രതികരിക്കണം. സന്തോഷ് ഫസ്റ്റ് ഡേ അല്ലേ പോയി കണ്ടത് മൂവി അല്ലേ? അതല്ല ഉദ്ദേശം. ഈശ്വര, ഞാനിങ്ങനൊരു കോമർ കഴുതയായി പോയല്ലോ. തിരിച്ചറിവ് നല്ലതാ. ബാക്കി പിള്ളേർ പക്ഷെ അങ്ങനെ പോയി കാണുന്നത് ശരിയല്ല. യുവാക്കളുടെ നിലവാരം മോശമായി പോകും അല്ലേ? എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. സന്തോഷായി. അയറ് നിറച്ചു തന്നു. ഇപ്പൊ സുഖം. ഇനി സുഖമായിട്ട് ഉറങ്ങാം. വണ്ടി വിട്ടോളൂ.